السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികളായ പണ്ഡിതന്മാരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, 51ാമത്തെ ക്ലാസ്സാണ് ശർഹ് റാത്തിബിൽ നടക്കുന്നത്. നിരവധി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അല്ലാഹു നമ്മിൽ നിന്ന് അത് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും എല്ലാവർക്കും ഉപകരിക്കുവാനും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് وقول الملائكة لما قال الله تعالى لهم ما يقولون عبادي. വാനവലോകത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സദസ്സിൽ ദിക്ർ ചൊല്ലുന്ന സദസ്സിലുമായി പങ്കെടുത്ത മലായിക്കത്ത് തിരിച്ച് അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അല്ലാഹു തആല മലായിക്കത്തിനോട് ചോദിക്കുന്നു, എന്റെ അടിയങ്ങൾ എന്തു പറയുന്നു, എന്തു ചൊല്ലുന്നു? അള്ളാഹുവിന്റെ ചോദ്യത്തിന്, എല്ലാം അറിയുന്ന രാജാതിരാജനായ അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഉത്തരമായി മഅ്സൂമീങ്ങളായ നമ്മളെയൊക്കെ കൂടെ ഇരുന്ന് ദിക്റും സലാത്തൊക്കെ ചൊല്ലിപ്പോയ ആ മലായിക്കത്ത് അള്ളാഹുവിനോട് പറയുന്ന പ്രത്യുത്തരം യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയഹ്മദൂനക വയുഹല്ലിലൂനക വയുമജ്ജിദൂനക എന്ന് അള്ളാഹുവിനോട് പറയും. അതിന്റെ അർത്ഥം മുമ്പ് നമ്മൾ വിശദീകരിച്ചതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. ബഹുമാനപ്പെട്ടവർ വീണ്ടും ഈ ഹദീസ് ഇവിടെ ഉദ്ധരിക്കുകയും ഇത് മാത്രം പോയിന്റ് ചെയ്തുകൊണ്ട് എന്തിനു പറയുന്നു? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ തല മുതൽ അവസാനം വരെയുള്ള ചർച്ച കഴിഞ്ഞു. ഇനി പ്രത്യേകമായിട്ടൊരു പോയിന്റ് എടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഇത് പറയുന്നത്. എന്തിനാണിത് പറയുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹുവ മാഫിർ റാത്തിബി മിൻ ഖൗലി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് റാത്തിബിൽ ദിനേനെ ചെല്ലുന്ന ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് റാത്തിബിലുണ്ട് താനും ഈ ദിക്ർ. ഈ ദിക്ർ വരുവാനുള്ള ഒരു അടിസ്ഥാന തെളിവായിക്കൊണ്ടാണ് മലായിക്കത്തുകൾ അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഉത്തരമായി നൽകുക യുസബ്ബിഹൂന വയുകബ്ബിറൂനക എന്നെടുത്തുകൊണ്ട് തെളിവായി പറയുന്നത്. അതിൽ നിന്ന് വന്നതാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ ദിക്ർ മലായിക്കത്ത് പറഞ്ഞ മറുപടി ഉൾക്കൊണ്ടല്ലോ. സുബ്ഹാനല്ലാഹി യുസബ്ബിഹൂന യുകബ്ബിറൂന യഹ്മദൂന യുഹല്ലിലൂന വയുമജ്ജിദൂന. അതാണ് അതിന്റെ തെളിവ്. ഫഇന്നഹു മുഅസ്സസും വമബ്നിയുൻ അലാ ഹാദൽ ഹദീസി. ഈ ഹദീസിന്റെ മേലിൽ അടിസ്ഥാനപരമായി എടുക്കപ്പെട്ടതും തറവാകപ്പെട്ടതുമാണ് റാത്തിബിലുള്ള ഈ പറഞ്ഞ ദിക്ർ എന്നതാ. അതിനാണ് മഹാനവറുകൾ അത് പോയിന്റ് ചെയ്ത് കൊണ്ടുവന്നത്. അംസാലിഹി മിമ്മാ ഹുവ ഫീ മഅനാഹു. ഈ ഹദീസ് എന്നല്ല, ഈ ഹദീസിന്റെ ആശയത്തിൽ വന്ന ഏതെല്ലാം ഹദീസുകളുണ്ടോ അതൊക്കെ ഇതിന് അടിസ്ഥാനമാണ്. അപ്പൊ ഈ ദിക്റിന് അടിസ്ഥാനമുണ്ടെന്ന് കിട്ടി. ഇനി ഖൗലുഹും, വീണ്ടും അല്ലാഹു തആലാന്റെ ചോദ്യത്തിന് മറുപടിയായി മലായിക്കത്ത് കൊടുക്കുന്നു. വയസ്അലൂനക്കൽ ജന്നത വയസ്തഈദൂന ബിക മിനന്നാർ എന്നുണ്ട്. ഇത് ഹുവ മാ ഖതമ ബിഹി റാത്തിബ മിൻ സുആലിൽ ജന്നതി വൽ ഇസ്തിആദതി മിനന്നാർ. ഈ റാത്തിബിന്റെ അവസാനത്തിൽ ദുആക്കെ കഴിഞ്ഞിട്ട് ഒരു ബൈത്ത് നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ. അതിൽ നമ്മൾ ചൊല്ലുന്നതെന്താ, ചോദിക്കുന്നതെന്താ? സ്വർഗം ചോദിക്കുന്നു, നരകത്തെ തൊട്ട് മോചനം തേടുന്നു. ഇതാണ് നിന്റെ അടിയങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ ചോദ്യത്തിന് പ്രത്യുത്തരമായി മലായിക്കത്ത് കൊടുത്ത മറുപടിയാണ്. അതേ മറുപടിയാണ് ഈ റാത്തീബിന്റെ അവസാനം കൊണ്ട്
നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു തരുന്നു. ഇല്ലേ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്നത വനഊദു ബിക മിൻ സഖതിക വന്നാർ എന്ന് 3 വട്ടം ചൊല്ലുന്നുണ്ടല്ലോ. ഇത് ചെല്ലാൻ സ്വയം നിർമ്മിതമല്ല, ഈ ഹദീസ് തന്നെ അതിന് തെളിവ്. അപ്പൊ ഇങ്ങനെ ഓരോന്നിനും തെളിവ് ഉണ്ട്. അപ്പൊ ഈ ഹദീസിന് പ്രധാനമായി 2 എണ്ണം കിട്ടി, അതിവിടെ പറഞ്ഞു. കമാഹുവ ഐലൻ ഖാത്തിമത്തുൽ ഹദീസ്, നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യവും അഭയതേട്ടമൊക്കെ ആ ഹദീസിന്റെ ലാസ്റ്റിലുണ്ടല്ലോ എന്നതുപോലെ തന്നെ റാത്തിബിന്റെ ലാസ്റ്റിലും ഇതാക്കി. എന്നിട്ട് മഹാൻ പറയാണ്, ഫഫഹം ദാലിക, നീ ശരിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ മനുഷ്യ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച്. ഫമൻ അൻകറ ഹാദർ റാത്തിബ വഹലഖ ദിക്രി, എന്നിട്ട് ഇങ്ങനെല്ലാം തെളിവ് നിരത്തിയിട്ടും ആരെങ്കിലും ഈ ദിക്റിനെയോ ഈ റാത്തിബിനെയോ ഇതിന്റെ സദസ്സിനെയോ എതിർക്കുകയാണെങ്കിൽ, നിഷേധിക്കുകയാണെങ്കിൽ എന്താണ് അവനെ കുറിച്ച് പറയാനുള്ളതെന്നറിയോ? ഒന്നുമില്ല ഇനി പറയാൻ. ഫഇന്നമ അൻകറ മാലം യഅലഫ് വമൻ ജഹില ശൈഅൻ അൻകറഹു വൽ മർഉ അദു മാ ജഹില വതബഉ മുഖാലിഫു ലിശ്ശറഇ. ഇത് മനസ്സിലാക്കാനേ ഉള്ളൂ ഇവിടെ. ഇവനെക്കുറിച്ച് പറയാനുള്ളത്, കൂടിച്ചേരാത്ത ഇണങ്ങിച്ചേരാത്ത വസ്തുണ്ടെങ്കിൽ അതിനെ എതിർക്കുന്നു അവൻ, തിരിയാത്തൊരു കാര്യമുണ്ടെങ്കിൽ അതിനെ നിഷേധിക്കുന്നു അവൻ. തിരിയാത്ത കാര്യത്തിന്റെ ശത്രുവാണ് മനുഷ്യൻ. തിരിയാത്തത് തിരിയില്ല എന്നും അറിയൂല, തിരിയാത്തതിനെ കുറിച്ച് പഠിക്കാനും ശ്രമിക്കില്ല, ഒന്നും തിരിയില്ല, ഒക്കെ നിഷേധിക്കുകയും ചെയ്യും. പ്രകൃതി എന്താ? മനുഷ്യന്റെ പ്രകൃതി എന്താ? ഊട്ടപ്പെട്ടത് നല്ല കാര്യങ്ങളാണ് ഷറ കൊണ്ടുവരിക, ആ ഷറയെ എതിർക്കുക എന്നുള്ളതാണ് പ്രകൃതി. അപ്പൊ മനുഷ്യൻ തെളിവില്ലാതെ നിഷേധിക്കുകയാണ്. ഇത്തരം നിഷേധികളെ കുറിച്ച് ഇങ്ങനെയല്ലാതെ എന്ത് പറയാൻ? എന്നിട്ട് മഹാൻ വിശദീകരിക്കുന്നു, ഫലിഹാദ ഫിത്തീജ ഇല്ലാ മുജാഹദത്തിൻ നഫ്സി അലാ മുതാബഅത്തിൽ ഹഖ്, യഥാർത്ഥത്തിനോട് പിൻപറ്റി ജീവിക്കണം. ആ യഥാർത്ഥത്തോട് പിൻപറ്റി ജീവിക്കണമെങ്കിൽ എന്ത് വേണം? പ്രകൃതിയാൽ ഊട്ടപ്പെട്ടതായ എല്ലാത്തിനെയും തെറ്റായ കാര്യങ്ങളെ അംഗീകരിക്കുകയും നന്മയെ എതിർക്കുകയും ചെയ്യുന്ന ഈ ശരീരത്തെ നല്ലോണം ഹക്കുമായി പിൻപറ്റി ജീവിക്കണമെങ്കിൽ നല്ല കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. ആ കഠിനാധ്വാനത്തിലേക്ക് ആവശ്യമാക്കപ്പെട്ടു. അപ്പൊ നല്ലോണം ശരീരത്തെ ഒതുക്കി നിർത്തി ഈ സത്യത്തിലേക്ക് കൊണ്ടുവരണം. അത് നല്ലോണം പ്രയത്നിക്കേണ്ടതുണ്ട്. അതൊന്നും ചെയ്യാത്തവരാണ് ഈ നിഷേധികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നമാ തർഗബു ഫീ മുതാബഅത്തി ഹവാഹ വ മഅലൂഫിഹാ. എന്താ അങ്ങനെ ജിഹാദ് നടത്തണം എന്ന് പറയാൻ കാരണം? വാളെടുത്തോ കത്തിയെടുത്തോ കുത്തലൊന്നുമല്ല ഈ ജിഹാദ്. ഇതാ ഏറ്റവും വലിയ ജിഹാദ്. ജിഹാദുൽ അക്ബർ ജിഹാദുൻ നഫ്സ. മറ്റുള്ള എളുപ്പം കഴിയും, ജിഹാദുൻ നഫ്സ് കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഈ മുജാഹത്തുൻ നഫ്സ് എന്ന് പറയുന്നത്. സ്വശരീരം അതിനോട് ഇണങ്ങുന്നതിനോടും അതിന്റെ ഇച്ഛകൾക്കുമാണ് അനുഗമിക്കുവാൻ വളരെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. എത്രത്തോളം എന്ന് വെച്ചാൽ, ഇന്ന ഉബ്ബാദൽ അസ്നാമി ഇന്നമാ ശഖ അലൈഹിം തർക്കുഹ ലിഇൽഫിഹിം ലഹാ. ബഹുദൈവാരാധകർ, വിഗ്രഹത്തിന് പൂജ നടത്തുന്നവർ, വിഗ്രഹപൂജാരികൾ, അവർക്ക് അത് ഒഴിവാക്കാൻ വലിയൊരു പ്രയാസമായി തീർന്നത് എന്തുകൊണ്ടാ? അതിന്റെ സത്യങ്ങളും മറ്റുള്ളതും അറിയാത്തത് കൊണ്ടല്ല, അത് അവരുമായി ആ ശരീരം അതുമായി കൂടിച്ചേർന്ന് ഇണങ്ങിപ്പോയി. ആ ഇണങ്ങിച്ചേർന്ന ഒന്നിനെ ഒഴിവാക്കുക എന്നുള്ള ശരീരത്തിന് വലിയൊരു പ്രയാസമാണ്. അതിനെ ഒഴിവാക്കി കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല അധ്വാനം ചെയ്യേണ്ടതുണ്ട്. അതാണ് ആ വിഷയം. ഇത്തരം ഒരു കാര്യം ഉണ്ടായത് കൊണ്ടല്ലേ ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബ്അദു മഅബൂദിൻ ഫിൽ അർളി ഇലല്ലാഹി ഉബിദ മിൻ ദൂനില്ലാഹിൽ ഹവാ. എത്ര വലിയൊരു തത്വം! ഇങ്ങനൊരു തത്വം സംസാരിക്കാൻ പ്രവാചകന്മാർക്കല്ലാതെ ആരെക്കൊണ്ട് കഴിയും? അതിന്റെ അർത്ഥം ഒന്ന് ചിന്തിക്കുക. ആ ഭൂമി ലോകത്ത് അല്ലാഹു തആലാക്ക് ഏറ്റവും വലിയ ആരാധിക്കപ്പെടുന്ന ദേഷ്യമുള്ളത് അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്നുണ്ട്.
അങ്ങനെ ആരാധിക്കപ്പെടുന്ന ഏത് കാര്യങ്ങളാവട്ടെ, അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുന്ന ഏത് ഇബാദത്താവട്ടെ, അത്തരം കാര്യങ്ങൾ ഭൂമി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും അതികഠോരമായതും അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പമുള്ളത് ഏതാ? അൽ ഹവാ, സ്വന്തം ശരീരത്തിന്റെ ഇച്ഛയ്ക്ക് വഴങ്ങി ജീവിക്കുക, അതിനെ ഇലാഹാക്കി അംഗീകരിക്കുക. അത് അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ളതാണ്. അപ്പൊ നോക്കൂ ആ ജിഹാദുൻ നഫ്സിന്റെ ഗൗരവം. ഇത്രയും പ്രബലമായി വന്ന ഉന്നതമായ ഹദീസുകളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ ഇത്തരം ഹദീസുകളൊക്കെ മുറിച്ചു കളയുന്നവനാണ് ഹദ്ദാദിനെ എതിർക്കുന്നവൻ എന്ന് മനസ്സിലാക്കുക. വയ്യ ഹുജ്ജത്തുൻ അലൈഹി, ഈ ഹദീസൊക്കെ അവനക്ക് നേരെ എതിരാ, റാത്തിബ് നടത്താൻ ലക്ഷ്യവുമാണ്. അതുകൊണ്ട് അതുകൊണ്ട് ഇത്തരം ഹദീസുകൾ, ഇത് പറഞ്ഞ ആളുകൾ, ഇതൊക്കെ നമ്മൾ നിരത്തിയിട്ട് അവന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ അഴുക്കുകളൊക്കെ ഒന്ന് കളഞ്ഞു കഴുകി ശുദ്ധിയാക്കി പ്രഭ ചൊരിക്കലാണ് നമ്മുടെ മാർഗം. അത് നമ്മൾ ചെയ്യുന്നു. ഫലാ ഹുജ്ജത ലഹു ഇൻദല്ലാഹ്, ഇത്തരം നിഷേധികൾക്ക് അള്ളാഹുവിന്റെ അടുക്കൊരു ലക്ഷ്യം ഉണ്ടാവുകയില്ല. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞത് ഒരു നിലപാടിൽ നോക്കിയാലും ഒരു നിലയിലും ഈ മഹത്തരമായ ദിക്റിനെയോ ദിക്റിന്റെ സദസ്സിനെ എതിർക്കാൻ ആർക്കും ന്യായമില്ല. അതൊക്കെ വെറുതെ സ്ഥാപിക്കപ്പെട്ടതുമല്ല, ശരിയായ ഹദീസ് കൊണ്ടും തെളിവിന്റെ എല്ലാ പിൻബലം കൊണ്ടുമാണ് ഈ ഹദ്ദാദ് പോലത്തെ ദിക്റുകളും സദസ്സും ഇവിടെ ഉള്ളത്. ഒന്നുകൂടി മനസ്സിലാക്കിക്കോ, ഈ റാത്തീബ് കേവലം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും എല്ലാ മുക്കുമൂലകളിലും പ്രചാരം നേടിയതാണ് ഈ റാത്തീബ്. ഹക്ക് യഥാർത്ഥങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്ന ത്വരീഖത്തിന്റെ അഖിലുകാരും ഔലിയാക്കളും, ലാഹിറ് ശറഇന്റെ ബാഹ്യമായ നിയമങ്ങൾ അറിയുന്ന ഉലമാക്കളും, രണ്ട് ഭാഗത്തുമുള്ള ഉലമാക്കളുടെ പ്രമുഖന്മാർ ഇതൊക്കെ കേട്ടിട്ടുമുണ്ട്. കേൾക്കുക മാത്രമല്ല, കുല്ലുഹും അഖറൂഹു വഅദ്അനൂ ലഹു വസല്ലമൂ, ഇവരത് നല്ല റാത്തീബായി അംഗീകരിക്കുകയും അതിനു വേണ്ടി വല്ലാതെ ശ്രദ്ധ കൊടുക്കുകയും അവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലാ ഹദ മിൻഹും മൻ അൻകറ മിൻഹു ശൈഅൻ, ഇതിനെ ഒരാളും എതിർത്തിട്ടില്ല, ഒരാളും നിഷേധിച്ചിട്ടുമില്ല. ലാ ബിഖൽബിഹി വലാ ബിലിസാനിഹി, നാക്കൊണ്ടുമില്ല ഹൃദയം കൊണ്ടുമില്ല. അത്രയും പ്രചാരമുള്ള പുണ്യമായ ഒരു ഹദ്ദാദ് റാത്തീബാണ് ഇത് മനസ്സിലാക്കിക്കോ, എന്നിട്ട് എതിർത്താൽ മതി. വഹും അഅറഹു ബില്ലാഹി വബിഅഹ്കാമില്ലാഹ്, എതിർക്കുന്നവനെ മനസ്സിലാക്ക്, ഇത്തരം ആളുകൾ നീ പറയുന്നത് പോലെയല്ല, നല്ലോണം അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയവരാണ്, അള്ളാഹുവിന്റെ എല്ലാ വിധികളും വേണ്ടതുപോലെ നേടിയവരുമാണ്. മിൻ കുല്ലി മുൻകിരിൻ മുതജാഹിരിൻ മുതഅസ്സിബിൻ, സ്വന്തവാദിത്വം സ്വച്ഛവാദിത്വം വാദിക്കുകയും പക്ഷവാദിത്വം വാദിക്കുകയും വിവരമില്ലായ്മ നടിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ഇത്തരം ആളുകളെക്കാൾ എത്രയോ ഉന്നതരാണിവർ. ഇവരാരും നിഷേധിക്കുകയോ എതിർക്കുകയോ ചെയ്തിട്ടില്ല. മിൻ നജിദിയിൻ ഔ ബദവിയിൻ, നജിദിക്കാരെന്നല്ല, ഗ്രാമങ്ങളിൽ നിന്നല്ല, നഗരങ്ങളിൽ നിന്നല്ല, എവിടെ ആരും എതിർത്തിട്ടില്ല. നജിദിനെ എതിർത്താലും വേണ്ടില്ല, ബദവിനെ എതിർത്താലും വേണ്ടില്ല, എവിടുന്ന് വന്നാലും ശരി ആരും കാര്യമായി ഇതിനെ എതിർത്തിട്ടില്ല. എതിർത്തോലൊക്കെ പൊട്ടന്മാരാ. ഇത്തരം എതിർക്കുന്ന ആളുകൾക്ക് ഹഖീഖിയായ അറിവേ ഇല്ല. പിന്നെ എന്താ ഓലടുത്തുള്ളത്? ഓലടുത്താകെ തുകയുള്ളത് ബൽ മുജറദു ദഅവാ ശൈഇൻ മിൻ ളാഹിൽ ഇൽമ, ഇൽമിന്റെ പുറം ഭാഗത്തെന്തോന്ന് കിട്ടിയിട്ട് കുറച്ച് ഭാഗം എന്തോ കുറച്ച് വായിച്ചിട്ടുണ്ടാവും, അത്രയും കുറഞ്ഞൊരു ഭാഗം കിട്ടിയിട്ട് വലിയ വിവരസ്ഥനാണെന്നും പറഞ്ഞുകൊണ്ട് നടിച്ച് വാദിക്കുക. ഇങ്ങനെ ഒരു വെറുവാദം എന്നല്ലാതെ വടുവായിത്തമല്ലാതെ മറ്റെന്ത് പറയാൻ? ഫലൗലാ മസിയ്യത്തു ഹാദർ റാത്തിബി ഇൻദല്ലാഹി മാ ശഹറഹു അല്ലാഹു ഹാദിഹി ശുഹറത. സഹോദര, എന്തിനാ താൻ എതിർക്കുന്നത്? എന്തിനാ താൻ വിമർശിക്കുന്നത്? ഇത് ചിന്തിച്ചാ പോരെ. അള്ളാഹുവിന്റെ അടുക്കൽ ഈ റാത്തീബിന് സ്ഥാനമില്ലാന്ന് വെക്ക്.
ഇല്ല എങ്കിൽ അല്ലാഹുത്താല ഇതിന് ഇത്ര പ്രചാരം നൽകുമോ? ജനങ്ങളല്ല പ്രചാരം നൽകിയത്. ഭൂമി ലോകത്തിലൂടെ എല്ലാ ഭാഗങ്ങളിലും ലോകത്തും ഇത് അറിയപ്പെട്ടുപോയി. അത് ജനങ്ങളിലൂടെ അല്ലാഹുത്താല അറിയിച്ച ഒന്നല്ലേ, പ്രചാരം നൽകിയ ഒന്നല്ലേ. ഖബീലത്തുഹു ഖുലൂബ് അഹ്ലിൽ ഹഖ്, ബാത്തിന്റെ അഹലുകാരല്ല, ഹക്കിന്റെ അഹലുകാർ, അറിയേണ്ടവർ അറിയേണ്ട രീതിയിൽ പഠിച്ച് ഉന്നതന്മാരായ മഹാന്മാർ, ഇതൊക്കെ ഇവർ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുമുണ്ട്. കേട്ടുവോ? നല്ല മനസ്സിലാക്ക്. എവിടെല്ലാം നിർത്തപ്പെടുന്നുണ്ട് ഇത്. ഫഇന്നഹു യുഖാമു തിൽഖാ അൽ ഹജറിൽ അസ്വദി ഇൻദൽ ബൈത്തുൽ ഹറാം. മക്കയിൽ ചെല്ലേ, ഇന്നുണ്ടോ എന്ന് എനിക്കറിയൂല. മസ്ജിദുൽ ഹറമിന്റെ അടുക്കൽ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ആ പുണ്യ കല്ലുണ്ടല്ലോ, അതിന്റെ നേർക്കുനേരെ വെച്ചിട്ട് ഈ ഹദ്ദാദ് നിർത്തപ്പെടാറുണ്ട്, ചെല്ലാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻദ ബാബിർ റഹ്മ, ഹബീബായ നബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ശരീഫ്, അവിടേക്ക് നേരിട്ട് കൊണ്ട് അവിടെ റഹ്മത്തിന്റെ വാതിൽ എന്ന് പറയുന്ന ബാബുർ റഹ്മയില്ലേ, ആ ബാബുർ റഹ്മയുടെ അടുക്കൽ വെച്ചുകൊണ്ട് ഇത് ചെല്ലാറുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, കണ്ടവർക്കൊക്കെ അതറിയാം. അൽഹംദുലില്ലാ, ഇനിയും കണ്ടവർക്കും അതുപോലെ കാണാത്തവർക്കും റൗളയിൽ ചെല്ലാനും അവിടേക്കൊന്ന് ഇരുന്ന് ആയിരിക്കുവാനും ഇതുപോലുള്ള ദിക്റൊക്കെ ചെല്ലുവാനും ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ നമുക്കെല്ലാവർക്കും 1000 ആരോഗ്യം ആഫിയത്തും എല്ലാവിധ സൗകര്യവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ഇടയ്ക്ക് വെച്ച് ആ ആശ പ്രാർത്ഥിക്കുകയാണ്, പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. വഫിൽ ഹറമൈനി ഇൻദ ഉലമാഇൽ ളാഹിരി വൽ ബാത്തിനി മിൻ കുല്ലി ജിഹാത്തിൽ അർള്. സഹോദര, അനക്ക് എതിർപ്പ് മതിയാകും, മനസ്സിലാക്കിക്കോ. 2 ഹറം, മക്ക മദീന, അവിടെ ഇതൊക്കെ ചെല്ലുന്നുണ്ട്. ആരുടെ അടുക്കൽ വെച്ചിട്ട്? ഏതെങ്കിലും കള്ളശേഖന്റെ അടുക്കല്ല, ഏതെങ്കിലും വേഷധാരന്റെ മുന്നിലല്ല, പിന്നെയോ ഭൂമി ഭാഗത്തുനിന്ന് അറിയപ്പെടുന്ന രഹസ്യവും പരസ്യവുമായി അറിവുള്ള ഹക്കറിയുന്ന നല്ല നല്ല മഹാന്മാരായ ആളുകൾ, ശറഇന്റെ എല്ലാ നിയമങ്ങളും അറിയുന്ന ഉലമാക്കൾ, ബഡ ആലിമിങ്ങൾ, അവരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ഈ 2 ഹറമിലും പുണ്യമായ സ്ഥലങ്ങളൊക്കെ വെച്ച് ചെല്ലിയിട്ടുണ്ട്. വലാ അജിദു മൻ അൻകറ മിൻഹു ഷൈഅൻ. ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടും എന്റെ സാന്നിധ്യത്തിൽ, ഞാൻ അവിടൊക്കെ എന്റെ സാന്നിധ്യമുണ്ട്, എന്നിട്ട് പോലും ഞാൻ ആരും എതിർക്കുന്നത് കണ്ടിട്ടില്ല, ഒരു രേഖയിലും കണ്ടിട്ടില്ല, എന്റെ സാന്നിധ്യത്തിലും ഞാൻ കണ്ടിട്ടില്ല. വൽഇജ്തിമാഉ ഹുജ്ജത്തുൻ ഖാതിഅ. ഇങ്ങനെയുള്ളതായ ഈ ദിക്ർ ഈ സ്ഥലങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടാണ് നടന്നിട്ടുള്ളത്. ഈ ഒരുമിച്ച് കൂടൽ തന്നെ ഒരു ലക്ഷ്യമല്ലേ സഹോദര? എന്തുകൊണ്ട് എതിർക്കപ്പെടണം ചോദിക്കുകയാണ്. വീണ്ടും പറയട്ടെ, വയുഖാമു അയലം മിൻ ജിഹാതി കസീറത്തിൻ മുതഅദ്ദിദ. തീർന്നിട്ടില്ല സഹോദര, പല നാടുകളിലും ഇത് നിർത്തപ്പെട്ടിട്ടുണ്ട്. ഈ ഹദ്ദാദിനെ യമൻ, ഹിന്ദ്, മിസ്ർ, ഷാം, പടിഞ്ഞാറ് ഭാഗങ്ങൾ, അല്ലാത്ത ഭാഗങ്ങൾ എല്ലായിടത്തും നിർത്തപ്പെട്ടിട്ടുണ്ട്. ഇത്ര വലിയൊരു മഹത്തായ ഒരു ദിക്ർ, ഈ ദിക്റിനെയും സദസ്സിനെയൊക്കെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഖബീസി, വടക്കായ മനുഷ്യ, നിന്റെ ഉള്ളിൽ പോക്കാണ്, ഉള്ളിൽ വിശ്വാസമില്ല, ഈമാനിനെ വളരെ മൂടിക്കിടക്കുന്ന കറുത്തുറുണ്ട ഹൃദയമായി നിൽക്കുന്ന മനുഷ്യ, എതിർക്കുന്നവനെ നിന്റെ അവസ്ഥ എന്താ? യദ്ദഈ, അവൻ വാദിക്കുകയാണ്, അന്നഹു അഅലമു, ഏറ്റവും വലിയ അറിവുള്ളവൻ, വഅറഹു ബിൽ ഹഖി, അല്ലോണം ഹഖറിയുന്നവൻ, ആരേക്കാൾ? മിൻ ഹഉലാഇൽ ഖൽഖ്, ഇവിടെ പറയപ്പെട്ട മഹാരഥന്മാരെക്കാൾ ഉന്നതനായ അറിവുള്ള ഏറ്റവും ഹഖറിയുന്നവൻ വാദിക്കുന്നു. ഈ ഇവനാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത ബുദ്ധി. വഖദ് അശ്ഹറഹുല്ലാഹ്, ആലോചിക്കു സഹോദര, കമ അശ്ഹറ സാഹിബഹു, ഈ ഹദ്ദാദ് ഉണ്ടാക്കിയ മുസന്നിഫിന്റെ പ്രചാരം ലോകത്ത് ഇന്ന് ഏവർക്കും അറിയാം. ഏത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം. അത്രയും പ്രചാരമുള്ള ഈ മഹാനുണ്ടാക്കിയ ഈ ഹദ്ദാദ് ലോകത്താകെ പ്രചാരമാണ്. ഏതുവരെ? ഹത്താ ഇൻദൽ ജിന്നി, ഭൂതവർഗത്തിന്റെ അടുക്കൽ വരെയും, ഫദ്റൻ അൽ ഇൻസ്, മനുഷ്യർ. ഞാനതറിയാൻ ബാക്കി ആരുമില്ല, എല്ലാവർക്കും അറിയാം. പിന്നെന്താ വെറുതെ ഒരു നിഷേധം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ? ഒന്നുകൂടി ഞാൻ പറയട്ടെ. വഖദ് ജറബന വറഅയ്ന ബിൽ ഇയാനി വൽ മുശാഹദ, ഇത് ഞങ്ങൾ ശരിക്ക് പരിശോധിക്കുക, പരീക്ഷിക്കുക ചെയ്തിട്ടുണ്ട്. പരീക്ഷണം നടത്തിയിട്ട് വിജയിച്ചതാ. പരസ്യമായി കണ്ടിട്ടുണ്ട്, കണ്ടുകൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ. വലൈസൽ ഖബറു കൽ മുആയന, വിവരവും
നേർക്കുനേരെ കണ്ട് അനുഭവിച്ച വർത്തമാനമോ നോക്കുമ്പോൾ വിവരത്തേക്കാൾ കൂടുതൽ മുന്തിയത് ഏതാണ്? അനുഭവിച്ച അനുഭവജ്ഞാനമാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഒരുപാട് അനുഭവമുണ്ട്. എന്തെന്നറിയോ? മിൻ ബറകാത്തി ഹാദർ റാത്തിബി മിൻ ജൽബിൻ നഫ്ഇ വദഅൽ ളുർരി വഅദൽ മുഅ്ദീനി. കണ്ടമാനം ബർക്കത്ത് ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്, ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ തടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വല്ലാതെ ഇടങ്ങാറാക്കുന്ന മനുഷ്യന്മാരുടെ ബുദ്ധിമുട്ട് നീക്കിയിട്ടുണ്ട്. ഇത് ചില ആളുകൾക്ക് അത് അനുഭവം കിട്ടിയിട്ടുണ്ട്. സഹോദര, മാലായുംകിനു ഹസ്റുഹു വതഅദാദുഹു. ഇത്ര പോരെ പറഞ്ഞത്? എത്രയോ കടക്കുകയാണ്. ചിന്തിക്കുന്നവർക്ക് ധാരാളം. ക്ലിപ്തമാക്കുവാനോ എണ്ണി തിട്ടപ്പെടുത്തുവാനോ സാധ്യമാവാത്ത വിധം ഈ ഹദ്ദാദ് കൊണ്ട് പല നേട്ടവും കിട്ടിയിട്ടുണ്ട്. വലൗലാ ഖൗഫുൽ ഇതാലത്തി വൽ മലാലത്തി ലദക്കർനാ മിൻഹു ശൈഅൻ കസീറാ. ഇത് നീട്ടിപ്പറഞ്ഞാൽ നീട്ടലുകൊണ്ട് അതോടൊപ്പം തന്നെ മടിയും വരും. ഈ നീട്ടലും മടിയും വരുമ്പോൾ ഇതെല്ലാവരും നോക്കാതെ പോയി പോകും, ചിന്തിക്കാതെ പോയി പോകും എന്നൊരു പേടി എനിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇതിലും കൂടുതൽ ഇനിയും പറയുമായിരുന്നേനെ. പക്ഷേ ഞാൻ ചുരുക്കുന്നു. ബുദ്ധിയുള്ളവർക്കും ചിന്തിക്കുന്നവർക്കും ഹക്കിന്റെ അയലുകാർക്കും ധാരാളം ഇത് പോരെ, മതി. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലോണം മനസ്സിലാക്കി ഇത് പതിവാക്കുവാനും ഇല്ലാത്തയിടത്തൊക്കെ സദസ്സുകൾ ഉണ്ടാക്കി അതിന്റെ മട്ടം പോലെ ചെയ്യുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ക്ലാസ് തൽക്കാലം ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ദിക്ർ പറഞ്ഞ മഹത്വം നമുക്ക് നേടിയെടുക്കുവാൻ ആയുസ് നൽകി പ്രാവർത്തികമാക്കുവാൻ നമുക്കും കുടുംബങ്ങൾക്കും ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മോമിനുകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് മഹാനവറുകൾ ഈ ദിക്ർ നിർത്തിയതായ വർഷമുണ്ട്. ഈ ദിക്ർ എങ്ങനെ കിട്ടിയെന്ന് പറയുന്നുണ്ട്, എവിടൊക്കെ നിർത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. അത് ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് തുടരും. തുടരാനും എടുക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഒന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വോയിസ് ഈ ഗ്രൂപ്പിലേക്ക് വിടുകയാണ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.